ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി കഴിഞ്ഞൊരു ദിവസം ഉണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്നുമാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ളൊരു കുട്ടിയും ചെറിയൊരു ഹാൻഡ് ബുക്ക് പോലൊരു മെറ്റീരിയലിൽ നിന്നും നാഷണൽ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഹോക്കി പഠിക്കുന്നു. അപ്പം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ്? അപ്പോൾ അതേ പറഞ്ഞു, ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഹോക്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഒരു ദേശീയ ഗെയിം ഇല്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലി ഒരു നാഷണൽ ഗെയിമിനെ ഡിക്ലെയർ ചെയ്യുന്നില്ല. ഇന്ത്യ അത് മോസ്റ്റ്ലി വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയ ഗെയിം ആ ഒരു ടൈം പീരീഡിൽ ഹോക്കി ആയിരുന്നത് കൊണ്ട് നമ്മൾ പലരും തെറ്റായിട്ട് വിശ്വസിച്ച് പോരുന്നതാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെ വായ്മൊഴിയായിട്ട് പറഞ്ഞു വന്ന് അത് തെറ്റായിട്ട് പഠിച്ചു വെച്ചൊരു കാര്യമാണ് നാഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഹോക്കിയാണെന്നുള്ളത്. അതൊരു നാഷണൽ സ്പോർട്സ് ആകണമെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെൻറ് അതിനെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണം. എന്നാൽ ഇന്ന് ഈ ദിവസം വരെ ഇന്ത്യൻ ഗവൺമെൻറ് ഹോക്കിനൊരു നാഷണൽ സ്പോർട്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോക്കി ഒരിക്കലും ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് ആകില്ല എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകുന്ന നോർത്ത് ഇന്ത്യ വേണ്ട, ഓൾ ഇന്ത്യ തന്നെ എടുക്കുക. ഓൾ ഇന്ത്യയിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് 90% മോസ്റ്റ്ലി ആൾക്കാരും അതിന് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഹിന്ദിയാണ്. പക്ഷേ അല്ല, ഇന്ത്യക്ക് നമുക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. അതായത് ദേശീയ ഭാഷ നമുക്കില്ല. നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്, എന്നാൽ നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. ഇതേപോലെ തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രി ചെയ്യത്തില്ലാത്തൊരു കാര്യമാണ്, ഇന്ത്യക്ക് ഒരു ഒഫീഷ്യലി രാഷ്ട്രപിതാവുണ്ടോ? 90% ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ഓർ നോർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഒഫീഷ്യലി ഇന്ത്യക്ക് ഒരു രാഷ്ട്രപിതാവ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ടെന്നും അത് മഹാത്മാഗാന്ധിയാണെന്നും റീപ്ലൈ തരും. എന്നാൽ ഇതിന് ഞാനൊരു റീപ്ലൈ തരാം. വർഷം 2012 ലക്നൌവിനുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഐശ്വര്യ പരേഷ്കർ. അപ്പോൾ ഈ ഐശ്വര്യ പരേഷ്കർ ഇങ്ങനെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരുന്നു. അദ്ദേഹം നമ്മുടെ മഹാത്മാഗാന്ധിനെ രാഷ്ട്രപിതാവെന്ന് പഠിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി ഒരു ഡൗട്ട് വരുന്നു, ആരാണ് ഇദ്ദേഹത്തെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ നാഷണൽ ഫാദറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്? അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡൗട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംശയം വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു RT അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം ഈ ഒരു കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നു. അന്ന് ആ RTIക്ക് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്ത റീപ്ലൈ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ യാതൊരു വ്യക്തിക്കും ഒഫീഷ്യലി ഒരു ടൈറ്റിലുകൾ നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അതായത് ആ ഒരു റീപ്ലൈയിലൂടെ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് വരെ ആ ഡേറ്റ് വരെ മഹാത്മാഗാന്ധിനെ ഒഫീഷ്യലി അതായത് ഔദ്യോഗികമായിട്ട് രാഷ്ട്രപിതാവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ നമുക്ക് എങ്ങനെയാണ് മഹാത്മാഗാന്ധിക്ക് ഈ ഒരു രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ളൊരു വിളിപ്പേര് വരുന്നത്? 1944 സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹം റേഡിയോ ബ്രോഡ്കാസ്റ്റിലൂടെ മഹാത്മാഗാന്ധിയുടെ സപ്പോർട്ട് തേടുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് 1944 നമ്മുടെ മഹാത്മാഗാന്ധിനെ വിശേഷിപ്പിച്ചതാണ് ഫാദർ ഓഫ് ദ നേഷൻ. അത് പിന്നീട് വായ്മൊഴിയായിട്ട് പലരും റിപ്പീറ്റ്ലി പറഞ്ഞു വന്ന് അത് രാഷ്ട്രപിതാവായി. അത് പല ടെക്സ്റ്റ് ബുക്കുകളും ഒഫീഷ്യലി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മുടെ വന്ന പല അധ്യാപകരും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും നാഷണലി അതായത് ഒഫീഷ്യലി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിക്കുകയും ചെയ്യും. ഇത് ഞാൻ മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ഞാൻ മാറ്റിവെക്കുന്നത്. ഇറ്റ്സ് പ്യൂർലി ഞാൻ അതിൻ്റെ ലീഗൽ സൈഡ് മാത്രമാണ് പറയുന്നത്. ഇന്ത്യക്ക് ഒഫീഷ്യലി ഒരു രാഷ്ട്രപിതാവില്ല. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് ഒരു രാഷ്ട്രപിതാവില്ല. ഇന്ത്യക്ക് നമുക്ക് വിളിച്ചു പോരുന്ന, നമ്മൾ പറഞ്ഞു പോരുന്ന, വായ്മൊഴിയായിട്ട് പോരുന്ന, നമ്മൾ പലരെയും വിളിക്കാറുണ്ട്, ഓരോ വിശേഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറേ വിശേഷണങ്ങളൊക്കെ നൽകാനുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു വിശേഷണം മാത്രമാണിത്. പകരം പലരും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യലി ഉള്ള രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്നാണ്. എന്നാൽ ഈ ഒരു RTയുടെ റിപ്പോർട്ട്, അതായത് ഈ ഒരു RTIക്ക് ഈ പെൺകുട്ടി ചോദിച്ച ഈ സംശയത്തിൻ്റെ മറുപടിയായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയ മറുപടി പ്രകാരം ഇന്ത്യക്ക് ഒഫീഷ്യലി രാഷ്ട്രപിതാവില്ല. അതായത് നിയമപരമായിട്ട് ഒഫീഷ്യലി മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവല്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള അതിനുള്ള റീപ്ലൈ. എന്നാൽ ഇദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു വിശേഷണമാണ്, പക്ഷെ അതൊരു നിയമപരമായിട്ട് വാലിഡായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലി നിലനിൽക്കുന്ന ഒന്നല്ല ഈ രാഷ്ട്രപിതാവ് എന്നുള്ളത്. ബിക്കോസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ മാറ്റുന്ന ഒരു വീഡിയോ മാത്രമാണ്. ബിക്കോസ് കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു
പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അവൻ്റെ ആ ഒരു ക്രിറ്റിസിസം ഉള്ള രീതിയിൽ അവരെ നോക്കി കാണും. ഓക്കെ, ഇത് ആക്ച്വലി ഒരു പ്യുവർ ലീഗൽ സൈഡ് മാത്രമാണ്. ഞാൻ ആർട്ടിക്കിൾ 18 അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. സോ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് ഗൂഗിളിൽ ചെക്ക് ഇൻ ചെയ്യുക. ഈ പറഞ്ഞ സംഭവ വികാസങ്ങളുടെ ഒരു എൻ്റെ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുക. ആ ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരു ലീഗൽ സൈഡിലുള്ളതും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പരമായിട്ട് മാത്രം കാണുക. ഓക്കെ, താങ്ക് യു.